കേരള സർവകലാശാലയിൽ വ്യാപക ക്രമക്കേട് എന്നുള്ള പരാതി ഉയർന്നിരിക്കുകയാണ്. മാർക്ക് ലിസ്റ്റിലും അഡ്മിഷനിലും തിരിമറി നടത്തി സംശയമുനയിലാണ് SFI നേതാക്കൾ. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നു. ജനം ബ്രേക്കിംഗ് ന്യൂസാണിത്. അഖിൽ പാലോട്ട് മഠം നൽകും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ. അഖിൽ, എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ സർവകലാശാലകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട്. അഡ്മിഷനിലും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് തിരുത്തുന്നതിലും ഒക്കെ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിൽ ഒരു പടിയൂടി കടന്ന് ഇപ്പോൾ അത് SFIയുടെ നേതാക്കൾ തന്നെ നേരിട്ട് ബിനാമി പേരുകളിലും അതുപോലെ തന്നെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ അധ്യാപകരും അവിടുത്തെ സ്റ്റാഫ് യൂണിയൻ നേതാക്കളുമെല്ലാം തന്നെ ഇതിൻ്റെ പങ്കാളികളാണ് എന്നുകൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള, അതായത് SFIയുടെ കായംകുളം ഏരിയ നേതാവായിരുന്ന നിഖിൽ തോമസിന്റെ അടക്കം അഡ്മിഷനിലൊക്കെ തന്നെ അത് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെനറ്റ് മെമ്പർമാരെല്ലാം തന്നെ കൃത്യമായ ഇടവേളകളിൽ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ SFIയുടെ ഏരിയ തലം മുതലും ജില്ലയിലും സ്റ്റേറ്റിലുമൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് കേരള സർവകലാശാലയിലേക്ക് സുഗമമായി ബിരുദാനന്തര ബിരുദത്തിലേക്കും PhDയിലേക്കും ഗവേഷണ പ്രബന്ധങ്ങളിലേക്കുമുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു കൂട്ടം അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്നുകൊണ്ട് ഇപ്പോൾ ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. ഗവർണർക്ക് നൽകുന്ന പരാതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മുഴുവൻ പരാതിയും എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ പരാതിയിൽ തന്നെ ഓരോ പാരഗ്രാഫിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടതാണ് SFI നേതാക്കളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഗവർണർക്ക്. ചാൻസലർ കൂടിയായ ഗവർണർ ഇതിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഗവർണർക്ക് പുറമെ UGCക്ക് അടക്കം പരാതി നൽകാനും ഈ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ തയ്യാറാകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റു ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിയനിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് എന്നുണ്ടെങ്കിൽ ആ അധ്യാപകരെയോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെയോ ഒന്നും തന്നെ ആ സർവകലാശാലയ്ക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് കേരള സർവകലാശാലയ്ക്ക് അകത്ത് കാലങ്ങളായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സുഗമമായി ഇടതുപക്ഷ നേതാക്കൾക്ക് അല്ലെങ്കിൽ SFI നേതാക്കൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്താൻ വേണ്ടി സാധിക്കുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ വ്യാപകമായ പരാതി ആദ്യഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പരാതി നൽകുന്നു. അതിന് തുടർച്ചയായി തന്നെ ഏകദേശം 22ഓളം പരാതികൾ ഇപ്പോൾ തന്നെ ഗവർണർക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. UGCക്കും അതുപോലെ തന്നെ 18ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗവർണർക്കും UGCക്കും നൽകുന്ന പരാതികളുടെ പകർപ്പ് വെച്ച് ഹൈക്കോടതി അടക്കം സമീപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി, ശരി, എന്തായാലും വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഇനി നോക്കിക്കാണേണ്ടതാണ്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.